എല്ലാവർക്കും നമസ്കാരം. മോംസ് കറി പോട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഓണമായാലും വിഷു ആയാലും സദ്യക്ക് ഈ കറി ഇല്ലെങ്കിൽ ഒരു പൂർണ്ണതയില്ല അല്ലേ? നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടവിഭവമാണ് മത്തങ്ങ എരിശ്ശേരി. നല്ല മൃദുവായി വെന്ത മത്തങ്ങയും വൻപയറും ചേർന്ന് നാളികേരത്തിൻ്റെ വാസനയുള്ള കൊഴുത്ത ആ കറി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സംതൃപ്തിയാണ്. എരിശ്ശേരിയുടെ യഥാർത്ഥ ഹൈലൈറ്റ് നാളികേരം വറുത്ത് താളിക്കുന്നതിൻ്റെ ആ പ്രത്യേക സ്വാദും ക്രഞ്ചി ഫീലും തന്നെയാണ്. വീട്ടിൽ സാധാരണ ഊണിനും വലിയ സദ്യയ്ക്കും ഒരുപോലെ പ്രിയപ്പെട്ട ഈ വിഭവം ഉണ്ടാക്കാൻ ഒത്തിരി എളുപ്പവുമാണ്. അതുകൊണ്ട് ഇന്ന് ഈ തനി നാടൻ രുചി നമ്മുടെ അടുക്കളയിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. മത്തങ്ങ എരിശ്ശേരി തയ്യാറാക്കാൻ ആദ്യം തന്നെ നമുക്ക് മത്തങ്ങ വേവിക്കാം. ഞാൻ ഏകദേശം 200 ഗ്രാം മത്തങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് മീഡിയം സൈസ് കഷ്ണങ്ങളാക്കി ഒരു പ്രഷർ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒപ്പം 1.5 കപ്പ് വെള്ളം, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം നന്നായി ഇളക്കി ചേർത്ത് കുക്കർ അടച്ച് 2 വിസിൽ വരുന്നതുവരെ ഹൈ ഫ്ലെയിമിൽ വേവിക്കുക. വെന്ത ശേഷം പ്രഷർ തന്നെ പോകുന്നതുവരെ വെയിറ്റ് ചെയ്യുക. കുക്കറിൻ്റെ പ്രഷർ പോകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള നാളികേരം അരച്ചെടുക്കാം. ഒരു ചെറിയ മിക്സർ ജാറിൽ 3/4 കപ്പ് ചിരകിയ തേങ്ങയും 1 ടീസ്പൂൺ ജീരകവും എടുക്കുക. ഇത് തരിതരിപ്പായി അരച്ചെടുക്കുക. ഇപ്പോൾ കുക്കറിലെ പ്രഷർ പൂർണ്ണമായും പോയിട്ടുണ്ട്. മത്തങ്ങ നന്നായി വെന്തിട്ടുമുണ്ട്. ഞാൻ നേരത്തെ 1 കപ്പ് വൻപയർ വെള്ളത്തിൽ കുതിർത്ത് വേവിച്ച് കറിയിലേക്ക് ചേർക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ വേവിച്ച വൻപയർ മത്തങ്ങയിലേക്ക് ചേർക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ച് ചെറുതായി തിളച്ചു വരുമ്പോൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന നാളികേരം ചേർത്ത് എല്ലാം നന്നായി കൂട്ടി യോജിപ്പിക്കുക. അവസാനം ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇനി കുറച്ച് സമയം കൂടെ ഈ ഗ്രേവി തിളപ്പിക്കുക. അടുത്തതായി മത്തങ്ങ എരിശ്ശേരിയിലേക്കുള്ള നാളികേരം വറുത്ത് താളിക്കാം. ഒരു ചീനച്ചട്ടിയിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കുക. എണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കുക. ഇനി ഇതിലേക്ക് 2-3 വറ്റൽമുളക്, 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, കുറച്ച് കറിവേപ്പില എന്നിവ ചേർത്ത് മൂപ്പിച്ചെടുക്കുക. ഇനി 1 കപ്പ് ചിരകിയ നാളികേരം ചേർത്ത് ചെറു തീയിൽ വെച്ച് നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നതുവരെ വറുക്കുക. നാളികേരം ഇപ്പോൾ നന്നായി മൂത്തു വന്നിട്ടുണ്ട്. ഇനി ഈ മിക്സ് നമ്മുടെ മത്തങ്ങ വൻപയർ കറിയിലേക്ക് പതുക്കെ ചേർത്ത് നന്നായി ഇളക്കുക. അവസാനം കുറച്ച് കറിവേപ്പില കറിയുടെ മുകളിൽ വിതറി 1 തവണ കൂടി മെല്ലെ ഇളക്കുക. മൃദുവായ മത്തങ്ങയും വൻപയറും നാളികേരം വറുത്തിട്ടതിൻ്റെ ആ സ്പെഷ്യൽ സ്വാദും ചേർന്ന് വളരെ എളുപ്പത്തിൽ എന്നാൽ ഒത്തിരി രുചികരവുമായ നമ്മുടെ മത്തങ്ങ എരിശ്ശേരി തയ്യാർ. ചൂടുള്ള ചോറിനൊപ്പമോ
അല്ലെങ്കിൽ ഒരു സദ്യയുടെ ഭാഗമായോ ഇത് വിളമ്പുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മോംസ് കറി പോട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ എല്ലാ അപ്ഡേറ്റ്സും മുടങ്ങാതെ ലഭിക്കാൻ ബെൽ ഐക്കോൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അടുത്ത വീഡിയോയിൽ കൊതിയൂറുന്ന മറ്റൊരു വിഭവമായി കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ.